സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹം തവ യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ 65, 66, 67, 68, 69 5 ദശകത്തിലാണ് രാസക്രീഡ. അതിലത്തെ 2 എണ്ണം കഴിഞ്ഞു. 65, 66. 67 ഗോപികൾക്ക് അഹങ്കാരം ഉണ്ടായതും ഭഗവാൻ മറഞ്ഞതുമാണ് പറയുന്നത്. കൃഷ്ണൻ കൂടെ ഉണ്ട് സദാ എന്നിങ്ങനെ തോന്നുമ്പോൾ ഒരു അഹങ്കാരം, എപ്പോഴും കാര്യങ്ങൾ സാധിക്കുമ്പോൾ അഹങ്കരിക്കും. ഈശ്വരൻ്റെ കൂടെ ഉണ്ടേ, അതെപ്പോഴൊന്നും ഉണ്ടാവണമെന്നില്ല. അഹങ്കരിക്കാനൊന്നും പോണ്ട. ചിലപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി കാണാൻ തടസ്സങ്ങളും ആപത്തുകളും വരണു. ആദ്യം തന്നെ പ്രതീക്ഷിച്ചാൽ നമുക്ക് ഷോക്ക് ഉണ്ടാവില്ല. ആരുടെ കൂടി ഈശ്വരൻ അങ്ങനെ ജീവനാന്ത എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തും ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് തോന്നി. മാത്രമല്ല ഒരു വലിയൊരു തെറ്റ് ഇവർ വിചാരിച്ചു. കൃഷ്ണൻ പുരുഷനാവുമ്പോൾ സ്ത്രീകളിലൊരു ആസക്തി ഉണ്ടോ കൃഷ്ണന്? ബ്രഹ്മത്തിനോടാണ് കളിക്കണത് ഈശ്വരനെ, സ്ത്രീജനാസക്തി. അപ്പോൾ എത്ര വലിയ തെറ്റ് അവർ ശങ്കിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാൻ അവിടുന്ന് മറഞ്ഞു. അങ്ങനെ ഒരു അഹങ്കാരം നിങ്ങൾക്ക് വേണ്ട. ഞാൻ ആരിലും ലക്ഷ്മിയിലടക്കം ഭ്രമിച്ചിട്ടല്ല നിൽക്കണത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനൊരു വേഷം കെട്ടിയതാ, എനിക്ക് വേണ്ടിയിട്ടേ അല്ല. നിങ്ങളില്ലെങ്കിൽ ഞാൻ കഴിയും. പക്ഷേ നിങ്ങൾക്കൊരനുഗ്രഹത്തിന് വേണ്ടി ഞാനിതാ രാസക്രീഡ ചെയ്യണം. ഗോപികളെ അനുഗ്രഹിക്കാനാണ്. തനിക്ക് അതുകൊണ്ടൊന്നും കിട്ടാനല്ല, ഒരു സുഖവും കിട്ടാനല്ല. അതിനെ വേറെ നിലയ്ക്ക് തെറ്റിദ്ധരിച്ചപ്പോൾ എന്തുണ്ടായി? അഹങ്കാരത്തെ ഭഗവാൻ ചെറിയ ശിക്ഷയിൽ കൂടിയിട്ട് എപ്പോഴും തിരുത്തും. അത് ഭഗവാന്റെ സ്ഥിരം അജണ്ടയാണ്. എവിടെ അഹങ്കാരം ഉണ്ടോ അവിടെ ഒരു ശിക്ഷ ഉറപ്പാ. ഇംഗ്ലീഷിലും പറയും പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ. ഒക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ നീ വീഴാറായി, മുമ്പിലൊരു വീഴ്ചതാ ഉറപ്പിച്ചോ. അതുകൊണ്ട് അതൊരിക്കലും വരരുത്. നമുക്ക് അതാണ് പഠിക്കേണ്ടത്. ഇവിടെ ഉപേന്ദ്രവജ്ര എന്ന വൃത്താണ്. ഉപേന്ദ്രവജ്ര പുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീല ഉപേന്ദ്രവജ്രക്യുതജപം തതംഗം എന്നോ അങ്ങനെ എന്തോ അതിൻ്റെ ലക്ഷണം വരിക. അതേ വൃത്തത്തിൽ തന്നെ ലക്ഷണവും വരിക. ചിലതൊക്കെ അങ്ങനെ. ശാർദൂല വിക്രീഡിതം അതും അത്. ഇവിടെ ത്വയാ സമാസാദിതഭോഗലീല അസീമം ആനന്ദഭരം പ്രപന്ന മഹാന്തമാപുർമതമംബുജാക്ഷ്യ. അംബുജാക്ഷ എന്ന് പറഞ്ഞാൽ വിളിക്കലാണ്. അംബുജാക്ഷ്യ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, ഗോപസ്ത്രീകളെ പറയുന്നതാണ്. കയ്യാകൂട്ടിടുമ്പോഴേക്ക് അർത്ഥം മാറി. അംബുജാക്ഷ ഭഗവാനാണ്. അത് വിസർഗം ഇല്ലെങ്കിൽ വിളിക്കലായി, വിസർഗം ഉണ്ടെങ്കിൽ അംബുജാക്ഷൻ എന്ന് പറയല. അംബുജാക്ഷ്യ പറയുമ്പോൾ സ്ത്രീകളായി. അംബുജാക്ഷി ഇതിനെ വേറെ ഫോമാണ്. അപ്പോൾ എന്തേ ഇവിടെ ഉണ്ടായത്? ആനന്ദത്തിൽ മുങ്ങി യമുനാ തീരത്ത് ഉത്തരീയം വിരിച്ചിരുന്ന് കാറ്റുകൊണ്ട് നിലാവ് ആസ്വദിച്ച് ഭഗവാനോടുകൂടി സുഖമായി ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നി തന്നോടാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം. കഴിച്ചിട്ടേ വേറെ ആളോടുള്ളൂ. ആനന്ദരസാത്മകേന, ആനന്ദരസം അനുഭവിച്ചപ്പോൾ ഈ സന്തോഷം എവിടെയുണ്ടോ അവിടെ അഹങ്കാരം ഉണ്ടാവും. ഇപ്പം എന്തുണ്ടായി? സമാസാദിത ഭോഗലീല. അങ്ങയോടുകൂടി സുഖമായി ക്രീഡിക്കാനും സമയം ചെലവഴിക്കാനും ഭോഗലീല നടത്താൻ അവസരം കിട്ടിയപ്പോൾ അസീമമാനന്ദപരം പ്രപന്ന, വളരെയധികം അതിരില്ലാത്ത ആനന്ദം പ്രാപിച്ചു. ആര്? അംബുജാക്ഷിയ സ്ത്രീകൾ, താമരപ്പൂ പോലെ കണ്ണികൾ, കണ്ണുള്ളവർ. നമ്മൾ പറയാറുണ്ട് അധികം ചിരിച്ചാൽ കരയേണ്ടി വരും. അതുകൊണ്ട് അധികം ചിരിക്കണ്ട. സന്തോഷം വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കേണ്ട എന്നർത്ഥം. അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ എന്താ ഭഗവാൻ വെച്ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മതിമറന്നിട്ടുള്ള സന്തോഷം എപ്പോഴും അവത്താ എന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇവിടെ ഭഗവാനെയൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയാണ്? സന്തോഷിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല.
അതുകൊണ്ട് അന്തമാപുർ മതം അമ്പുജാക്ഷികൾ വളരെയേറെ സന്തോഷത്തെ പ്രാപിച്ചു. ഓരോരുത്തരും ഇപ്രകാരം ചിന്തിച്ചു. എങ്ങനെ ചിന്തിച്ചു? നിലീയതോയം മയ്മയ്യമായം രമാപതി വിശ്വമനോഭിരാമ ഇതി സ്മ സർവകലിതാഭിമാന നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോഭൂർ. നിലീയതോയം മയ്മയ്യമായം. ആരാണ് ഭഗവാൻ? വിശ്വമനോഭിരാമനാണ്. വിശ്വമനോഭിരാമ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ട ലക്ഷ്മിയുടെ പതിയാണ്. ഈ ഭഗവതിയുടെ സൗന്ദര്യം വേറെ ആർക്കെങ്കിലും ഉണ്ടോ വെച്ചാൽ ഇല്ല എന്ന് പറയാമെന്നാണ്. അപ്പോൾ ലോകൈക സുന്ദരനായിരിക്കുന്ന മനോഭിരാമൻ, സുന്ദരൻ ഭഗവാൻ അസൗ രമാപതി. രമാപതി എന്ന് പറഞ്ഞിട്ടുണ്ട്. രമയുടെ പതിയും കൂടിയായിട്ടും നമ്മളിലല്ലേ ആകർഷണം വന്നത്? ഇത്ര തെറ്റായിട്ടൊരു ചിന്താഗതി ആലോചിച്ച് നോക്കൂ. സ്വപത്നിയിൽ വിട്ട് മറ്റൊരു സ്ത്രീകളിൽ ആസക്തി ജനിച്ചു. ഒരു സാധാരണക്കാരെ പറ്റിയിട്ടാണ് പറയണച്ചാൽ പോട്ടെ, ഭഗവാനെ കുറിച്ചിട്ടാണ് അപവാദം ചിന്തിച്ചത്. അത് ശരിയാണോ? അവരെത്ര ഭക്തകളാണെങ്കിലും ഭഗവാനെ അങ്ങനെ കാണാൻ പാടില്ലായിരുന്നു. അസൗ രമാപതി അമായം മൈ നിലീയതേ. ഇത്രയൊക്കെ കേമത്തുള്ള ഭഗവാൻ, ലോകസുന്ദരനായിട്ടുള്ള ഭഗവാൻ എന്നിലാണ് ലയിച്ചത്. അപ്പോൾ ഞാനാണ് സുന്ദരി, എനിക്കാണ് സൗന്ദര്യം കൂടുതൽ എന്ന് ഓരോരുത്തരും വിചാരിച്ചു. ഭഗവാനെക്കുറിച്ച് വലിയൊരു ശരിക്കും വരച്ച തെറ്റാണ് ചെയ്തത്. ബാക്കിയൊക്കെ ഒരു ഭക്തകളാണ്. ഇങ്ങനെയൊക്കെ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാൻ പാടും. ആലോചിച്ച ഒരു പരപുരുഷനായിട്ട് ജാരപ്രവൃത്തിയായിട്ട് അവരത് എപ്പോൾ കണ്ടുവോ അപ്പം കിട്ടി അതിൻ്റെ ശിക്ഷ. ഭഗവാൻ അവിടുന്ന് മറഞ്ഞു. അമായം മൈ നിലീയതേ, എന്നിൽ ലയിച്ചിരിക്കുന്നു. ഭഗവാനെ ഞങ്ങൾ വീഴ്ത്തി, ഇന്നത്തെ ഭാഷയിൽ പറയാന്ന് വെച്ചാൽ അതിന് ഞങ്ങൾ കൂട്ടിയിട്ട് സാധിച്ചു. ഇതിഷ്മ സർവാകലിതാഭിമാന. ഓരോരുത്തർക്ക് അഭിമാനവും കുറേശ്ശെ അഹങ്കാരത്തിൻ്റെ സ്ഫുരണവും ഉണ്ടായി. അത് ഭഗവാൻ കണ്ടു. മനസ്സ് കാണാൻ ആർക്കെങ്കിലും പറ്റുമോ? അത്രയും പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഭഗവാൻ അറിയാം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നടക്കം ഭഗവാൻ അറിയാം. പിന്നെ ഇപ്പോൾ വേണ്ടാത്തത് ചിന്തിച്ചാൽ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ. കുറച്ച് തന്നെ തിരയട്ടെ. ഇതിൽ ഭ്രമിച്ചിട്ടൊന്നുമല്ല താൻ വന്നിരിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട്. തിരോഹിതോഭൂർ താസാം തൽസൗഭഗമതം വീക്ഷ്യമാനം ച കേശവ പ്രശമായ പ്രസാദായ തത്രൈവന്തരധീയത. അവിടെ വെച്ചിരിക്കുന്ന വാക്കുകൾ നോക്കൂ. അവരെ ശാശ്വതമായിട്ട് ഭഗവാൻ ഉപേക്ഷിക്കാനല്ല, ഉപദ്രവിക്കാനല്ല, പ്രശമായ പ്രശാന്തായ അവരെ അഹങ്കാരം നശിപ്പിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട്. പ്രശാന്തായ തത്രൈവ അന്തരധീയത, അവിടുന്ന് അന്തർധാനം ചെയ്തു എന്നാണ് പറയുന്നത്. രുക്മിണി അടക്കം ചെറിയ അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ ഒരുപാട് അധിക്ഷേപിച്ച് കരയിപ്പിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ രുക്മിണി തിരിച്ച് പറയുകയാണ്. അങ്ങനെ തൻ്റെ മനസ്സിനെ ശുദ്ധമാക്കി. അപ്പോൾ ഏതൊരു ഗോപികൾ സ്വർണം പോലെയുള്ളതാണോ ആ സ്വർണത്തിനെ തനി തങ്കമായിട്ട് മാറ്റണം. അതാണ് ഭഗവാന്റെ ഉദ്ദേശം. ഭക്തി ധാരാളം ഉണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് പരിപൂർണമാക്കണം അതിനെ. ലേശാംശം അഹങ്കാരമോ ദോഷമോ അവരിലുണ്ടെങ്കിൽ അത് കരഞ്ഞിട്ട് പോട്ടെ. അപ്പോൾ മനസ്സ് 100% ശുദ്ധമാവും. അതാണ് 16 എത്ര ക്യാരറ്റാ 916 ആക്കിയിട്ട് അതിനെ മാറ്റണം. ആ സ്വർണത്തിനെ തനി തങ്കമാക്കി മാറ്റാനായിക്കൊണ്ട്, അവരെ ശുദ്ധമാക്കി നേരെയേക്കാനായിക്കൊണ്ട്, ഒട്ടും കൂട്ടില്ലാത്തതായിട്ടുള്ള സ്വർണമാക്കിക്കൊണ്ട് മാറ്റാൻ. പ്രശമായ പ്രസാദായ അവരെ ഒന്നും കൂടി അങ്ങോട്ട് ശുദ്ധമാക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് സ്വർണം ശുദ്ധമാക്കുക? തീയിലിട്ടിട്ട് പഴുപ്പിച്ച് അടിച്ച് കാച്ചി ശുദ്ധമാക്കണം വേണ്ടേ? അപ്പോൾ അതേപോലെ ഇവരെ ദുഃഖിപ്പിക്കണം.
ഇവരെ ദുഃഖിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ഭഗവാൻ അറിയാം. ഒന്നും വേണ്ട, താനാട് മറിഞ്ഞാൽ മതി. ബാക്കി ഒരു ദോഷം അവർക്കില്ല, ആ ഒരൊറ്റ അഹങ്കാര ദോഷമേ ഉള്ളൂ, വേറെ ഒന്നുകൊണ്ട് ഒരു തെറ്റല്ല. പക്ഷെ അപ്പോൾ ഈ ഭഗവാൻ ഇല്ലെങ്കിൽ എന്തായാലും ഒരു ദുഃഖിക്കും, അത് ഉറപ്പാണ്. നാ തന്നെ കൊടുത്തളയാം ശിക്ഷ. ഇതിസ്മ സർവാ കലിതാഭിമാന. എന്നിൽ ലയിച്ചിട്ടുണ്ട് കൃഷ്ണൻ, എന്നിൽ ലയിച്ചിട്ടുണ്ട് കൃഷ്ണൻ. ആരാ? ലക്ഷ്മീപതിയായിട്ടുള്ള കൃഷ്ണൻ. എന്നങ്ങനെ ചിന്തിച്ചപ്പോൾ തത്രേ ഇതാണ് ഇതിസ്മ സർവാ കലിതാഭിമാന. ഓരോരുത്തർക്കും അഹങ്കാരം ഉണ്ടായപ്പോൾ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോബോൾ പുരപരാനന്തരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീല. അങ്ങോട്ടുകൂടി ലീലകളിൽ ഏർപ്പെട്ടതുകൊണ്ട് ആനന്ദപരവശരായി, ആനന്ദരസാത്മകേന അങ്ങനെ അഹങ്കരിച്ചു. അസീമം ആനന്ദഭരം പ്രപന്ന മഹാന്തമാപുർമദം. മദം അംബുജാക്ഷികൾ അഹങ്കാരത്തെ പ്രാപിച്ചു, അതിനെ ഇല്ലാണ്ടാക്കണം. എങ്ങനെയാണ് അവർ വിചാരിച്ചത്? നിലീയതേ സ്ഥിലീയതേ സൗ മൈ മൈ അസൗ ഭഗവാൻ. അസൗ ഭഗവാൻ ആണ് നിലീയത്തെ അസൗ മൈ മയ്യമായം അമായം രമാപതിർ വിശ്വമനോഭിരാമ. വിശ്വമനോഭിരാമനായിട്ടുള്ള ഭഗവാൻ, ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ എന്നിൽ കുറച്ച് ആസക്തിയോടുകൂടി ലയിച്ചിട്ടുണ്ട്. ഇതിസ്മ സർവാ കലിതാഭിമാന. പ്രകാര അഭിമാനികളായപ്പോൾ, അഹങ്കാരം ഉണ്ടായപ്പോൾ ഭഗവാൻ അത് ശ്രദ്ധിച്ചു. നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോബൂർ തത്രൈവന്തരതീയത. ലേശം തൻ്റെ അഭാവം അവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതി കാട്ടിൽ അവരെ ഒറ്റയ്ക്കാക്കി ഭഗവാൻ മറഞ്ഞു. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.